അപ്പോൾ അത് തികച്ചും നമ്മുടെ സർക്കാരിന്റെ നയത്തിനും നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന മദ്യനിരോധനം എന്ന് പറയുന്ന കൺസെപ്റ്റിനും എതിരാണ് ബിവ്കോയുടെ ഈ തീരുമാനം എന്ന് പറയുന്നത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇത് ഒരു ശുപാർശ മാത്രമേ പോയിട്ടുള്ളൂ. ഇത് സർക്കാർ തലത്തിൽ ചർച്ചയ്ക്കെടുത്തായിട്ട് പോലും നമുക്ക് അറിയില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥ. ഓക്കെ സാർ, ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള ചർച്ചകൾ പോയിരുന്നു. കാരണം കോവിഡ് സമയത്തൊക്കെ ഓൺലൈൻ ഡെലിവറി അങ്ങനെ നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ സാർ പറഞ്ഞതുപോലെ തന്നെ കസ്റ്റമേഴ്സിനെ കൂട്ടുക അല്ലെങ്കിൽ വിപണന തന്ത്രം ഇതൊക്കെ തന്നെയാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. പക്ഷേ ഇതിൽ ഇവർ കുറേയധികം നിബന്ധനകളും പറയുന്നുണ്ട്. 23 വയസ്സിന് മുകളിലുള്ളവരാണോ എന്ന് ഉറപ്പുവരുത്തുന്ന രേഖ കൈമാറണം. മാത്രമല്ല എത്ര അളവ്, ഇതിനൊക്കെ ഓരോ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ സ്വിഗ്ഗി താല്പര്യവും അറിയിച്ചിട്ടുണ്ട്. പക്ഷേ സാർ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ക്രൈം കേസുകൾ ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ഇത്ര എളുപ്പത്തിൽ ഇത്തരത്തിൽ ലഹരി എത്തിക്കുക എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ അനിവാര്യമായ ഒരു ഘടകമല്ലല്ലോ. ഇതിലധികം എത്രയോ കാര്യങ്ങൾ നടപ്പിലാക്കാനുണ്ട്. സംസ്ഥാനത്ത് ആരോഗ്യ മേഖലയെ അതീവ പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. മറ്റു തലങ്ങളിലെല്ലാം കുത്തഴിഞ്ഞു കിടക്കുകയാണ്. അതിനിടയിൽ ബെവ്കോ ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തുമ്പോൾ തന്നെ അത് കേരളത്തിലെ ആളുകളെല്ലാം മുഴുവൻ കുടിയന്മാരാക്കി മാറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് കിടക്കാനുള്ള ഒരു പ്രവണത തന്നെയല്ലേ? അത് തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞ ആ അഭിപ്രായത്തോട് ഞാൻ പൂർണ്ണമായും ഇത് ചെയ്യാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഈ മദ്യത്തിനെ സംബന്ധിച്ച് മദ്യപാനം കുറയ്ക്കുന്നതിനുള്ള ഒരേ ഒരു മാർഗം മദ്യ ലഭ്യത കുറയ്ക്കുക എന്ന് പറയുന്നതാണ്. നല്ല മദ്യം എന്ന് പറയുന്നത് നല്ല മദ്യം നമ്മുടെ വീടിനടുത്തുണ്ടെങ്കിൽ അത് വാങ്ങി കുടിക്കുന്നതിനുള്ള അവസരം കൂടും. കൂടുതൽ തവണ വാങ്ങാൻ 15 കിലോമീറ്റർ അപ്പുറത്താണ് മദ്യ ഷോപ്പ് എങ്കിൽ ആ 15 കിലോമീറ്റർ യാത്ര ചെയ്ത് തിരിച്ചു വരണം. പിന്നെ കിലോമീറ്ററിനകത്താണെങ്കിൽ പോയി വാങ്ങുന്നതിനുള്ള സാധ്യത കൂടും. മദ്യപിക്കുന്നതിന്റെ ഫ്രീക്വൻസി വരും. ഇപ്പൊ ഓൺലൈൻ തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാതെ തന്നെ മദ്യം വീട്ടിലേക്ക് വരും. ഭോഗത്തിന്റെ അളവ് കൂടും, ഫ്രീക്വൻസി കൂടും. അത് ഒരാളിനെ പെട്ടെന്ന് രോഗിയാക്കി എന്നുള്ളത് സാധിക്കും. അതുകൊണ്ട് ഇതെന്ന് പറയുന്നത് ഒരു സാംസ്കാരികമായി ഉയർന്നു നിൽക്കുന്ന ഒരു ജനവിഭാഗം എന്നുള്ളത് ഒഴിവാക്കേണ്ടതാണ്. ഇത്തരം ശുപാർശകൾ ഒഴിവാക്കണമെന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. സർ, അത് തന്നെയാണ്. ഒരു കാര്യം കൂടെ ഞാൻ ചോദിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം തമിഴ്നാടിനെയൊക്കെ കമ്പയർ ചെയ്തിട്ടാണ് കേരളത്തിലെ സംസ്ഥാനം സർക്കാർ അല്ലെങ്കിൽ ബെവ്കോ ഇത്തരത്തിലുള്ള ഔട്ട്ലെറ്റുകളുടെ എണ്ണം കൂട്ടാൻ നിൽക്കുന്നത്. കാരണം സമീപ സംസ്ഥാനങ്ങളിലൊക്കെ 4000-ലധികം ഔട്ട്ലെറ്റുകളുണ്ട്. പക്ഷേ കേരളത്തിൽ 500-ൽ താഴെ മാത്രമാണ് ഔട്ട്ലെറ്റുകളുള്ളത്. പക്ഷേ സാർ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ നല്ല മദ്യം വിതരണം ചെയ്യാനുള്ള ഒരു വ്യവസ്ഥ കൊണ്ടുവരിക, അല്ലെങ്കിൽ ഇങ്ങനത്തെ വ്യാജ അല്ലെങ്കിൽ കരിഞ്ചന്തയിൽ വരുന്ന മദ്യങ്ങൾ ഒഴിവാക്കുക, അത്തരത്തിലുള്ള കൂടുതൽ നിബന്ധനകൾ കൊണ്ടുവരിക, അത്തരത്തിൽ ഇതിനൊരു ക്ലിയർ ആക്കി കൊണ്ടുവരാനല്ലേ ശ്രമിക്കേണ്ടത്? അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പുതിയ ആപ്പുകൾ തേടി പോകുമ്പോൾ അത് വലിയൊരു സാമ്പത്തിക നഷ്ടം തന്നെ മറുഭാഗത്ത് വരുത്തും. അത് നേടിയെടുക്കാനുള്ള നെട്ടോട്ടം അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അത് കണക്കാക്കാൻ ആളുകളുടെ ഇടയിൽ തന്നെ ചൂഷണം ചെയ്യുന്ന ഒരു രീതി എത്തും. പിന്നെ ഇത് മദ്യം കയ്യിലെത്താൻ വേണ്ടി ആളുകൾ പരാക്രമം കാണുന്നത് നമ്മൾ കാണേണ്ടി വരും. ഈ പ്രപ്പോസൽ കൊടുത്തത് തന്നെ സംബന്ധിച്ച് എനിക്ക് അഭിപ്രായം പറയുകയാണെങ്കിൽ ശരിയായ ഒരു നടപടിയല്ല ബിവ്കോ ചെയ്തത്. കാരണം ഇവിടെ കോർപ്പറേഷൻ എപ്പോഴും പ്രവർത്തിക്കുക. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.